നമസ്കാരം, ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കമണ്ടലു എന്ന വൃക്ഷത്തെയാണ്. ബിഗ്നോണിയേസി കുടുംബത്തിലെ ഒരു അംഗമാണ് കമണ്ടലു. ഇതിന്റെ ശാസ്ത്രീയ നാമം ക്രെസൻഷ്യ കുജറ്റ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ കലാബാഷ് ട്രീ എന്നും സാൻസ്ക്രിറ്റിൽ കമണ്ടലു എന്നുമാണ് ഈ വൃക്ഷത്തെ അറിയപ്പെടുന്നത്. അമേരിക്കയാണ് ഇതിന്റെ സ്വദേശം. ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും ഇത് വളരുന്നുണ്ട്. UK-യിലെ സെന്റ് ലൂസിയ എന്ന രാജ്യത്തിന്റെ നാഷണൽ ട്രീ കൂടിയാണ് കമണ്ടലു. കമണ്ടലു എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പുരാതന കാലത്ത്, പണ്ട് കാലത്ത് സന്യാസി ശ്രേഷ്ഠന്മാർ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് കമണ്ടലു. ഋഷിമാർ ഉപയോഗിച്ചിരുന്ന കമണ്ടലു എന്ന പാത്രം ഈ കായകളുടെ പുറന്തോട് ഉപയോഗിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഇതാണ് ഇതിന്റെ കായ. നല്ല വലിപ്പമുള്ള കായ്കളാണ് ഇതിലുണ്ടാകുന്നത്. ഒരു തേങ്ങയോളം വലിപ്പം ഈ കായ്കൾക്കുണ്ടാകും. നല്ല കട്ടിയുള്ള പുറന്തോടാണ് ഇതിന്റെ കായ്കൾക്ക്. അപ്പോൾ ഈ കായ്കൾ പാകമായതിനു ശേഷം പച്ചയായി തന്നെ പറിച്ചെടുത്ത് അതിനകത്തുള്ള അകക്കാമ്പെല്ലാം നീക്കി അതിൽ തന്നെ പിടിക്കാനായിട്ട് ഹാൻഡിൽ വരുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്ത് ആണ് ഋഷിമാർ ഉപയോഗിച്ചിരുന്നത്. തമിഴിൽ ഇതിനെ തിരുവോട്ടുകായ് എന്നാണ് പറയുന്നത്. 6 മുതൽ 12 മീറ്റർ ഉയരത്തിലാണ് ഇത് വളരുന്നത്. ഇതിന്റെ ഇലകൾക്ക് കുന്താകൃതിയും ചുവട്ടിൽ കനം കുറഞ്ഞതുമാണ്. വർഷത്തിൽ ഇത് ഏത് സമയത്തും പൂക്കാറുണ്ട്. ഇതാണ് ഇതിന്റെ പൂക്കൾ. പൂക്കൾക്ക് പർപ്പിൾ വരെയുള്ള ഇളം പച്ച നിറമാണ്. ഇവയുടെ ഷെല്ലിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ മറ്റു പാത്രങ്ങളും കപ്പുകളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കമണ്ടലുവിൽ നിറച്ചു വെച്ച് വെള്ളത്തിന് വളരെ ഔഷധ ഗുണമുള്ളതായി പറയപ്പെടുന്നു. അതിനാൽ ഇത് കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇത് കിഴക്കേഷ്യൻ രാജ്യങ്ങളിൽ ഇതിന്റെ അകക്കാമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. ഇത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ എന്നിവയ്ക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ വൃക്ഷം നിൽക്കുന്നത് ദേവൻകോട് അധ്യാത്മ ചിന്താലയ ആശ്രമത്തിലാണ്. അവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള വൃക്ഷമാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി.